വിലക്കപ്പെട്ട പ്രണയം ഭാഗം 13. ദിവസങ്ങൾ വീണ്ടും പതിയെ പോയിക്കൊണ്ടിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം എബി പിന്നെ ആമിയോട് അങ്ങനെ സംസാരിക്കാനേ പോയിട്ടില്ല. എന്തായാലും മുത്തശ്ശിക്ക് അവളെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളപ്പോൾ വെറുതെ താനായിട്ട് ഓരോ പ്രശ്നങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കണ്ട എന്ന് കരുതി അവൻ മൗനം പാലിച്ചു എന്നും പറയാം. അവൾ എന്നൊരാൾ വീട്ടിലുണ്ട് എന്ന് പോലും അവൻ ഓർക്കാറില്ല. അതുകൊണ്ട് തന്നെ അവളോട് സംസാരിക്കാനും അവൻ ഇടവരാറില്ല. എബി തൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റെല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടേക്കാക്കിയത് കൊണ്ട് തന്നെ അവൻ്റെ യാത്രകളും കുറഞ്ഞു. വല്ലപ്പോഴും മാത്രം എങ്ങോട്ടെങ്കിലും പോകും. അതും മുത്തശ്ശിയോട് പറഞ്ഞ് അനുവാദം വാങ്ങിയിട്ട് മാത്രം. ഇനിയങ്ങോട്ട് ഇവിടെ തന്നെ സ്ഥിരമാക്കാനാണ് എബി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതറിഞ്ഞപ്പോൾ മുത്തശ്ശിക്കും ആശ്വാസമായിരുന്നു. അങ്ങനെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ആമിയാണെങ്കിൽ പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബുക്കുകളെല്ലാം കോളേജിൽ പോയി ചോദിച്ച് മനസ്സിലാക്കി അതെല്ലാം വാങ്ങി പഠനം തുടങ്ങിയിട്ടുണ്ട്. ആമിയും അന്നത്തെ സംഭവത്തിന് ശേഷം അവനോട് സംസാരിക്കാൻ പോയിട്ടില്ല. അങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുമില്ല. മുത്തശ്ശിയുടെ കാര്യങ്ങളും സ്വന്തം കാര്യങ്ങളും പഠനവും ഒക്കെ നോക്കി ആമിയും അങ്ങനെ പോയി. എറണാകുളത്തുള്ള വീട്ടിലേക്ക് വാടകക്കാരും ശരിയായിട്ടില്ല. പറ്റിയ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പവൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ പറയുവാണെങ്കിൽ നാട്ടിലേക്ക് പോകേണ്ടി വരും. അതുവരെ എന്തായാലും അങ്ങോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആമി പിന്നീട് അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം മുത്തശ്ശിയുമൊത്ത് മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആമി. രണ്ടുപേരും നടക്കുന്നതിനിടയിൽ ചുറ്റുമുള്ള കാഴ്ചകൾ കാണുകയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. മുത്തശ്ശിയുടെ കൊച്ചുമോൻ എന്താ കല്യാണം കഴിക്കാത്തത്? അതൊക്കെ വലിയ കഥയാണ്. പറഞ്ഞു തുടങ്ങിയാൽ ആദ്യം മുതലേ ഉള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. അതെന്താ? മുത്തശ്ശി അങ്ങനെ പറഞ്ഞതും ആമി അതെന്താണെന്ന് തിരിച്ചു ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ, നീ എന്താ കല്യാണം കഴിക്കാത്തത്? അത് ചോദിച്ചപ്പോൾ ആമിയുടെ മുഖം മാറി. ഉത്തരം പോലും പറയാനാകാതെ ആയി പോയി അവൾ. പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. അവളുടെ മുഖമൊന്ന് മാറിയപ്പോൾ തന്നെ മുത്തശ്ശി അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. നടപ്പൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും നോക്കി തിരികെ വരുമ്പോഴും മുത്തശ്ശിയുടെ ചോദ്യമായിരുന്നു ആമിയുടെ മനസ്സിൽ മുഴുവൻ. ആദ്യമായിട്ടാണ് മുത്തശ്ശി ഇങ്ങനെയൊരു കാര്യം തന്നോട് തുറന്നു ചോദിക്കുന്നത്. അത് ചിലപ്പോൾ താൻ അങ്ങനെയൊരു ചോദ്യം മുത്തശ്ശിയോട് അങ്ങോട്ട് ചോദിച്ചത് കൊണ്ടാകാം. എന്നാലും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് തുറന്നു പറയേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ മുത്തശ്ശിക്ക് അത് തന്നോടൊരു ദേഷ്യമായിട്ട് തീർന്നേക്കാം. ജോലിക്ക് നിൽക്കുന്ന വീട്ടിലുള്ള ആളുകളോട് തൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ എന്ന് കരുതിയാണ് ഇത്രയും നാൾ പറയാതിരുന്നത്. എന്നാൽ ഇവിടെ നിന്ന് ഈ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ തനിക്കൊരു ജോലിക്ക് നിൽക്കുന്ന ആളെന്നതിലുപരി മുത്തശ്ശിയോട് വല്ലാത്ത സ്നേഹമാണ്. സ്വന്തം മുത്തശ്ശിയെ പോലെ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ താനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറയണമെന്ന് മനസ്സിൽ പല ആവർത്തി ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണം, എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നൊന്നും അറിയില്ലായിരുന്നു. ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ തെറ്റുകൾ മുഴുവൻ തൻ്റെ ഭാഗത്ത് മാത്രമാണ്. തെറ്റും ശരിയും ഒരു ത്രാസിൽ അളന്നു നോക്കുകയാണെങ്കിൽ അതിൽ തെറ്റുകളാണ് തൻ്റെ ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ ശരികളില്ല എന്ന് പറയാനും ആവില്ല. ഓരോന്നോർത്തെടുത്ത് വിഷമിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് താൻ. പക്ഷേ ഓർമ്മകൾ ഇങ്ങനെ തികട്ടി വരുമ്പോൾ എന്ത് ചെയ്യാനാണ്? പലപ്പോഴും ഓർമ്മകളുടെ കുത്തൊഴുക്കിൽപ്പെട്ടു പോകുമ്പോൾ ആലോചിക്കാറുണ്ട്, മനസ്സിൽ തിങ്ങിക്കിടക്കുന്ന ഓർമ്മകളെല്ലാം മായ്ച്ചു കളയാൻ തക്കവണ്ണമുള്ള ശക്തി തനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന്. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ആമി തൻ്റെ അടുത്ത ജോലികളിലേക്ക് തിരിഞ്ഞിരുന്നു. സാധാരണ പോലെ കഴിഞ്ഞു പോകുന്നൊരു ദിവസമായിരുന്നു പെട്ടെന്ന് പവിയുടെ ഫോൺ കോൾ വരുന്നത്. വാടകയ്ക്കുള്ള ആരെങ്കിലും കിട്ടി എന്ന് പറയാനാകുമെന്ന് അവൾ ആ ഫോൺ കോൾ കണ്ടപ്പോൾ തന്നെ ഊഹിച്ചു. പവിയുടെ ഒരു സുഹൃത്താണ്. ആള് പവിയുടെ കൂടെ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ PSC വഴി ആൾക്ക് സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ട്. അത് ആ നാട്ടിലെ വില്ലേജ് ഓഫീസിലാണ്. പറ്റിയ ഒരു വീട് വാടകയ്ക്കുണ്ടാകുമോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ആമിയുടെ വീടുണ്ടെന്ന് പവൻ പറഞ്ഞവരറിയുന്നത്. ആമിയെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾക്കും പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പവിക്ക് പരിചയമുള്ള ആളാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ. വീടിൻ്റെ താക്കോലും മറ്റു സാധനങ്ങളും ഒക്കെ അവളുടെ കയ്യിലായിരുന്നത് കൊണ്ട് അവൾ തന്നെ നേരിട്ട് ചെന്നാലേ അവർക്ക് വീട് വന്ന് കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അടുത്ത ശനിയാഴ്ച അവൾ മുത്തശ്ശിയോട് അനുവാദം വാങ്ങി നേരെ വടശ്ശേരിയിലേക്ക് പോയി. ശനിയാഴ്ച അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവൾ പവനെ വിളിച്ചു നോക്കി. അപ്പോഴാണ് അവൻ പറയുന്നത് ആളുകളൊക്കെ ഞായറാഴ്ചയെ വീട് കാണാൻ വരൂ എന്നുള്ളത്. ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം പോയത് കൊണ്ട് തന്നെ ഭക്ഷണമെല്ലാം അവൾ കടയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടാണ് പോയത്. രാവിലെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ശരിയായിട്ടാണോ ഇരിക്കുന്നത് എന്ന് നോക്കാനായി പവി അങ്ങോട്ട് വന്നിരുന്നു. അവരുച്ചയോടടുപ്പിച്ച് എത്തുമെന്നാണ് പറഞ്ഞത്. ഒരു ചെറിയ ഫാമിലിയാണ്. അമ്മയും മകനും ഭാര്യയും പിന്നെ ചെറിയൊരു കുട്ടിയും. അവന് കുറച്ച് ദൂരെയായിട്ടാണ് സ്വന്തമായിട്ട് വീടൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി വരാനുള്ള ദൂരമല്ല. അതുകൊണ്ടാണ് വാടകയ്ക്ക് ഇവിടെ തന്നെ ഒരു വീട് കിട്ടുമോ എന്ന് അന്വേഷിച്ചത്. എൻ്റെ കൂടെ മുൻപ് ജോലി ചെയ്തിരുന്നതാണ്. ഇപ്പോൾ വലിയ പരിചയമൊന്നുമില്ല. പിന്നെ പണ്ടെങ്ങോ എൻ്റെ വീട് ഇവിടെയാണെന്ന് പറഞ്ഞു കേട്ട ഒരു അറിവിൽ എന്നെ വിളിച്ച് അന്വേഷിച്ചതാണ്. അതുകൊണ്ട് എന്തായാലും ആമിക്ക് ഭാഗ്യമുണ്ടായി. അവൾ കൊടുത്ത ചായ കുടിക്കുന്നതിനിടയിൽ അവൻ വാതോരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം പവി പോയി ഉച്ചയായപ്പോഴേക്കും തിരികെ വന്നിരുന്നു.
അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. വഴി അറിയില്ല, അതുകൊണ്ട് ഞാൻ പോയിട്ട് കൂട്ടിക്കൊണ്ട് വരാം അവരെയൊക്കെ. ആമിയോട് പറഞ്ഞു വെച്ച് അവൻ ബൈക്കുമായി വഴിയിലേക്ക് ഇറങ്ങി. പവിക്ക് ആ കൂട്ടുകാരൻ അത്രയും സ്പെഷ്യൽ ആണെന്ന് തോന്നിപ്പോയി അവൾക്ക്. കാരണം അത്രമാത്രം ആകാംക്ഷയോടെയാണ് അവൻ ഓരോ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത്. മുന്നിലെ വാതിലൊന്ന് ചാരിയതിന് ശേഷം ആമി അകത്തേക്ക് നടന്നു. എന്തായാലും വീട്ടിലേക്ക് ആളുകൾ വരുന്നതല്ലേ, ചായ കൊടുത്തേക്കാമെന്ന് കരുതി ആമി ചായ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന അതേ സമയം തന്നെയാണ് വീടിൻ്റെ മുന്നിലേക്ക് ഏതോ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അതാരാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആമി പോയി വാതിൽ തുറന്നു. പക്ഷേ വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ടതും സ്തംഭിച്ചതുപോലെ നിന്നുപോയി ആമി. ഋഷിയേട്ടൻ. അവളുടെ നാവിൽ നിന്നും അവൻ്റെ പേര് പുറത്തേക്ക് വന്നു. ഋഷിയും ആകെ ഞെട്ടലിലായിരുന്നു. അവനും തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാത്തതുപോലെ അത്ഭുതത്തോടെ അവളെ നോക്കി. അവളുടെ കണ്ണുകൾ പിന്നിലേക്ക് പോയതും വീണ്ടും അവ അത്ഭുതത്തോടെ വിടർന്നു പോയി. ലതാമ്മ. അവൾക്ക് എല്ലാവരെയും പോയി ഓടിപ്പോയി പുണരാൻ തോന്നി, പൊട്ടിക്കരയാൻ തോന്നി. ഋഷിയെ. പക്ഷേ അവൾ അവനെ വിളിച്ച് പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞിരുന്നു. അമ്മ, വാ പോകാം. അകത്തേക്ക് കയറി അതുപോലെ തന്നെ അവൻ പടികൾ തിരിച്ചിറങ്ങാനൊരുങ്ങി. ലതാമ്മയാണെങ്കിൽ അവൾ എന്നൊരാളെ കണ്ടതായിട്ട് പോലും കണക്കാക്കിയില്ല. ആമിയുടെ നോട്ടം കൂടെ വന്നിരിക്കുന്ന പെൺകുട്ടിയിലേക്കും അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലേക്കും തെന്നി നീങ്ങി. ഋഷി, എന്താ വീട് ഇഷ്ടായില്ലേ? പടികൾ തിരിച്ചിറങ്ങുന്ന ഋഷിയെ കണ്ട് പവി വേഗം തന്നെ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു. കൂട്ടത്തിൽ ആമിയെയും അവനൊന്ന് നോക്കി. ഇതിവരുടെ വീടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഋഷി അല്പം ഗൗരവത്തിലും ദേഷ്യത്തിലും തന്നെയാണത് പറഞ്ഞത്. പവിയാണെങ്കിൽ കാര്യമറിയാത്തത് കൊണ്ട് തന്നെ ആമിയെയും ഋഷിയെയും മാറി മാറി നോക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നാട്ടിൽ നീ പറഞ്ഞതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് വീട് ലഭിക്കാൻ ഭയങ്കര പാടാണ് ഋഷി. ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ ആമിയാണെങ്കിൽ ഈ വീട്ടിൽ നിൽക്കുന്നുമില്ല. അവൾ വല്ലപ്പോഴും മാത്രമാണ് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോകുന്നത്. ആമിയും ഋഷിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി. എങ്കിലും പവി ഇനി ഇതുപോലെ ഒരു വീട് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഋഷിയോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആമി ഒന്നും മിണ്ടാതെ നിന്നുപോയി. ഒരക്ഷരം പോലും മറുത്തു പറയാനോ സംസാരിക്കാനോ പറ്റാത്ത ഒരുതരം നിസ്സഹായ അവസ്ഥയിലായിരുന്നു ആമി. പവിയും ഋഷിയും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അവൾ കേൾക്കുന്നുണ്ടെങ്കിലും ഒരു നോക്കുകുത്തി കണക്ക് നിന്നുപോയി. ഋഷി പവിയോട് സംസാരിക്കുകയാണെങ്കിലും ലതാമ്മയാണെങ്കിൽ ആമി എന്നൊരാൾ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പോലും കാണാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ്. ആമിയും ആരെയും നോക്കാൻ പോയില്ല. ഇങ്ങനെയൊരു കൂടിക്കാഴ്ച തീരെ പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അവൾക്ക് നിശ്ചയം ഉണ്ടായിരുന്നില്ല. പവി ഋഷിയോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതും അവൻ തിരികെ പവിയോടും എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതുമൊക്കെ ആമി കാണുന്നുണ്ട്. എങ്കിലും ഒന്നും ചെവിയിലേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ചെവി ആരോ കൊട്ടിയടിച്ചതുപോലെയാണ് അവൾക്ക് തോന്നിയത്. ആമിയുടെ നോട്ടം അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും നേർക്കും ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലൊരാൾ പോലും തന്നെ നോക്കുന്നില്ലെന്ന കാര്യം അവൾ വേദനയോടെയാണ് തിരിച്ചറിഞ്ഞത്. ചുറ്റും നിൽക്കുന്നത് എല്ലാവരും തനിക്ക് പ്രിയപ്പെട്ടവരാണ്. പക്ഷേ വല്ലാതെ ഒറ്റപ്പെടുന്നത് പോലെ തോന്നി അവൾക്ക്. ഒടുക്കം ആമിയോടൊരു വാക്ക് പോലും പറയാതെ അവളെന്നൊരാൾ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പോലും കൂട്ടാക്കാതെ എല്ലാവരും മുറ്റത്തേക്കിറങ്ങി. അവർ വന്ന കാറിൽ തന്നെ കയറി തിരികെ പോകുന്നതും നോക്കി ആമി നിസ്സഹായമായി നിന്നു. അവർ പോയി കഴിഞ്ഞതും പവൻ നേരെ അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു. ആരാ ആമി അവരൊക്കെ? അവരെ നിനക്ക് മുൻപേ അറിയുമോ? അവൻ്റെ ആ ഒരു ചോദ്യത്തിൽ ഇത്രയും നേരം തടഞ്ഞു നിർത്തിയ കണ്ണുനീരൊക്കെ ധാരധാരയായി ഒഴുകി. അവർ സഞ്ചരിക്കുന്ന കാറ് മുറ്റത്തു നിന്നിറങ്ങി കൺമുന്നിൽ നിന്ന് മറയുന്നത് വരെ ആമി അങ്ങനെ തന്നെ നിൽക്കുന്നത് തുടർന്നു. പവൻ അങ്ങനെ ചോദിച്ചത് കേട്ടിട്ടും അവനെ ഒന്ന് നോക്കാൻ പോലും നിൽക്കാതെ ആമി അകത്തേക്ക് ഓടിപ്പോയിരുന്നു. ആമി അകത്തേക്ക് പോയ പുറകെ തന്നെ പവി കയറിയെങ്കിലും ആമി വാതിലടച്ചിരുന്നു. ആമി. കതകിൽ തട്ടി പവി ഒരുപാട് തവണ വിളിച്ചിരുന്നുവെങ്കിലും അകത്തു നിന്ന് മറുപടിയൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് സമയം അവളെ കാത്തെന്നോണം അവൻ അവിടെ തന്നെ നിന്നു. എങ്കിലും വാതിൽ തുറക്കാതെ വന്നതും അവൻ തിരികെ വീട്ടിലേക്ക് പോയിരുന്നു. ആമിയുടെ ഫോണിലേക്ക് പവി പലതവണ വിളിച്ചുവെങ്കിലും ആ ദിവസം മുഴുവനും അവൾ അവൻ്റെ ഫോണും എടുത്തില്ല. ഒടുവിൽ സമയം അല്പം ഇരുട്ടായി തുടങ്ങിയപ്പോഴേക്കും പവി വീണ്ടും ഒന്ന് വീട്ടിലേക്ക് വന്നു നോക്കി. വീടിൻ്റെ മുൻവാതിലിൽ ഒരു പാളി തുറന്നിട്ടിട്ടുണ്ട്. വീടിന് മുന്നിലെ വെളിച്ചമിട്ടിരിക്കുന്നത് കണ്ടതും ആമി അകത്തുണ്ട് എന്നവന് മനസ്സിലായി. അവൻ കോളിംഗ് ബെൽ അടിച്ചു. ആമി തന്നെ വന്ന് വാതിൽ തുറന്നു. അവളുടെ കോലം കണ്ട് പവി ഒരുതരം അത്ഭുതത്തോടെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കിയത്. മുടിയൊക്കെ ആകെ പാറി പറന്ന്, കണ്ണൊക്കെ കലങ്ങി ചുവന്ന്, മുഖമാകെ വീർത്തിരിക്കുന്നു. എന്താടോ ഇങ്ങനെ ഇരിക്കുന്നത്? വയ്യേതെനിക്ക്. അവളുടെ കോലം കണ്ടതും സംശയത്തോടെ അവൻ ചോദിച്ചു. പക്ഷേ അതിനവനോട് മറുപടിയൊന്നും പറയാതെ അവൾ അകത്തേക്ക് കയറി ഹാളിലെ സോഫയിലിരുന്നു. ആമി, ഇന്ന് വന്നവർ തന്നെ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച മുതൽ അവർക്ക് താമസിക്കണമെന്നാണ് പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞതും ആമി മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. നിങ്ങൾ തമ്മിൽ മുൻപ് എങ്ങനെയോ പരിചയമുണ്ടെന്ന് എനിക്ക് ഇന്നത്തെ കൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് ഋഷി ആകെ പറഞ്ഞിരിക്കുന്ന ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ കാണരുതെന്നാണ്. അത് പറഞ്ഞപ്പോൾ പവൻ്റെ ശബ്ദം താഴ്ന്നു പോയി.
ഉള്ളിൽ സങ്കടങ്ങളുടെ ഒരലകടൽ ആഞ്ഞടിക്കുന്നുണ്ടെങ്കിലും ആമി പതറാതെ കണ്ണുനീർ പൊഴിക്കാതെ അവനെ കേട്ടിരുന്നു. ഞാൻ എന്ത് വേണമെന്നാണ് ഏട്ടൻ പറഞ്ഞു വരുന്നത്? ഉള്ളിൽ വല്ലാതെ നോവുന്നുണ്ടെങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് ആമി അവനോട് തിരികെ ചോദിച്ചു. ആമിക്കറിയാലോ, നമ്മുടെ നാട്ടിൽ വാടകയ്ക്കൊരു വീട് കിട്ടാൻ അല്പം പ്രയാസമുള്ള നാടാണ്. മാത്രമല്ല അവനൊക്കെ കുടുംബമായിട്ട് വന്ന് താമസിക്കേണ്ടതുമാണ്. അങ്ങനെയുള്ളപ്പോൾ ഇതേ സൗകര്യങ്ങളോടെ ഇനിയൊരു വീട് ഈ നാട്ടിൽ കിട്ടുക എന്ന് പറയുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ആമി ചോദിക്കുന്നത് കേട്ടതും നേരിട്ട് അവളോട് ഇവിടെ നിന്ന് പോകണം എന്ന് പറയാൻ വയ്യാത്തത് കൊണ്ട് പവൻ കാര്യങ്ങളുടെ കിടപ്പുവശം അവളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അവരോട് തിങ്കളാഴ്ച മുതൽ വന്നോളാൻ പറയൂ ഏട്ടാ. ഞാനിനി എന്തായാലും ഇങ്ങോട്ട് വരുന്നില്ല. അവരിവിടെ താമസിച്ചോട്ടെ. വരുത്തി തീർത്ത പുഞ്ചിരിയോടെ ആമി അത് പറഞ്ഞു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ട് എന്നവന് മനസ്സിലായി. എന്നാലും ആമി അത് തുറന്നു പറയാത്ത സ്ഥിതിക്ക് അവൻ അവളോടത് ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചില്ല. പിന്നെ നാളെ രാവിലെ ഞാൻ പോകും കേട്ടോ. അപ്പോൾ പോകാൻ സമയമാകുമ്പോൾ വീട് പൂട്ടിയിറങ്ങിയിട്ട് ഞാൻ താക്കോൽ ഏട്ടൻ്റെ കയ്യിൽ തന്നേക്കാം. അവർക്ക് ഏട്ടൻ തന്നെ കൊടുത്താൽ മതി. ആമി പറഞ്ഞതും പവൻ തലയാട്ടുക മാത്രമാണ് ചെയ്തത്. അധികം സമയം അവിടെ നിൽക്കാതെ അവൻ ഇറങ്ങുകയും ചെയ്തിരുന്നു. പിറ്റേ ദിവസം തന്നെ അവനോട് പറഞ്ഞതുപോലെ ആമി രാവിലെ തന്നെ പോകാനിറങ്ങി. അവളുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ മറ്റു മുറികളിലായി കിടന്നിരുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് ഒരു മുറിയിലാക്കി അടച്ചുപൂട്ടി. ആ മുറിയുടെ താക്കോല് മാത്രം അവൾ കൊണ്ടുപോവുകയും ചെയ്തു. ബാക്കി എല്ലാ മുറികളുടെയും വീടിൻ്റെയും ഗേറ്റിൻ്റെയും താക്കോലും മറ്റുമെല്ലാം അവൾ പവനെ ഏൽപ്പിക്കുകയും ചെയ്തു. രാവിലെ വന്ന് അവളുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങുമ്പോൾ അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്നും ഒത്തിരി കരഞ്ഞിട്ടുണ്ട് എന്നും അവന് മനസ്സിലായി. എങ്കിലും അതിനെക്കുറിച്ച് അവനൊന്നും ചോദിക്കാൻ നിന്നില്ല. മുത്തശ്ശിയുടെ വീട്ടിലെത്തി വീടിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ മുത്തശ്ശി ഹാളിലിരിക്കുന്നത് ആമി കണ്ടിരുന്നു. മുത്തശ്ശിക്ക് ഒരു മങ്ങിയ രീതിയിലുള്ള ചിരിയും കൊടുത്ത് മുറിയിലേക്ക് കയറാൻ ഒരുങ്ങിയതും മുത്തശ്ശി അവളെ വിളിച്ചിരുന്നു. എന്നതാ ആമിക്കൊച്ചെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി കളയുന്നത്? മുത്തശ്ശി അവളോട് തമാശയായിട്ടാണ് അത് ചോദിച്ചത്. ഒന്നുമില്ല മുത്തശ്ശി, യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ, അതിൻ്റെ ഒരു ക്ഷീണം ആകെ. പരമാവധി ചിരിച്ച മുഖത്തോടെ സംസാരിക്കാൻ ആമി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോയി ഡ്രസ്സൊക്കെ മാറി ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചിട്ട് വാ. മുത്തശ്ശി ഗൗരവത്തിൽ പറഞ്ഞതും ആമി അതിനെ തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് കയറി. കുളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പകുതി ആശ്വാസം പോലെ തോന്നി അവൾക്ക്. പിന്നെ മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്ന് നാട്ടിലുണ്ടായ വിശേഷങ്ങളൊക്കെയും ജാക്കിയെ കാണാൻ പോയതും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സാറില്ലേ ഇവിടെ? കുറച്ചു നേരമായിട്ടും അവനെ കാണാതെ വന്നതും ആമി വെറുതെ കുശലം ചോദിക്കുന്നത് പോലെ അവനെ മുത്തശ്ശിയോട് തിരക്കി. അതിന് മുത്തശ്ശി ഒന്നും പറയാതെ പുച്ഛിക്കുന്ന രീതിയിൽ ഗൗരവത്തിൽ അവളിൽ നിന്ന് മുഖം തിരിച്ചു. സാറ് മിനിഞ്ഞാന്ന് വൈകുന്നേരം ഇങ്ങോട്ട് പോയതാണ്, പിന്നെ വന്നിട്ടില്ല. മാഡം അതിൻ്റെ പരിഭവത്തിലാണ്. ആമി അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി അവളോട് തമാശ രീതിയിൽ പറഞ്ഞു. ആണോ മുത്തശ്ശി? അവളും അതേ തമാശയോടെ തന്നെ മുത്തശ്ശിയോട് തിരികെ ചോദിച്ചതും മുത്തശ്ശി അവളെയും ആ ചേച്ചിയെയും ഒന്ന് കൂർപ്പിച്ചു നോക്കി. അങ്ങനെ ഓരോ കളിതമാശകളൊക്കെ പറഞ്ഞിരുന്ന് നേരം പോയി. മുത്തശ്ശിക്ക് വൈകുന്നേരം 8 മണിയാകുമ്പോൾ കൃത്യം ഓട്സ് കൊടുക്കും. അങ്ങനെ ഓട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ഒരു നിമിഷം കൊണ്ട് തന്നെ അത് എബിയാണെന്ന് ആമിക്ക് മനസ്സിലായിരുന്നു. അവൻ വന്നു എന്നറിഞ്ഞപ്പോൾ ആമി കുറച്ച് സമയം കൂടി അടുക്കളയിൽ തന്നെ അങ്ങനെ ഓട്സ് ഉണ്ടാക്കി നിന്നു. അതിന് കാരണം ഇനിയെങ്ങാനും എബി ഹാളിലുണ്ടെങ്കിൽ തന്നെ കണ്ടൊരു അനിഷ്ടം തോന്നണ്ട എന്ന് കരുതിയാണ്. അങ്ങനെ ചിന്തിച്ച് സാവധാനം ഓട്സൊക്കെ ഉണ്ടാക്കി പുറത്തേക്കിറങ്ങിയപ്പോൾ തന്നെ കാണുന്നത് അടുക്കളയുടെ വാതിൽക്കൽ തന്നെ അല്പം നീങ്ങി നിൽക്കുന്ന എബിയെയാണ്. അവനെ അവിടെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടതിൻ്റെ ഒരു ഷോക്കിൽ ആമി പെട്ടെന്ന് പിന്നിലേക്കൊന്ന് ആഞ്ഞു പോയിരുന്നു. അവൻ അവളോട് ഒരക്ഷരം പോലും മിണ്ടാതെ അവൾക്ക് നേരെ കൈനീട്ടി. ആമിയാണെങ്കിൽ അവൻ എന്തിനാണ് തനിക്ക് നേരെ കൈനീട്ടിയത് എന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവനെയും അവൻ്റെ കയ്യിലേക്കും മാറി മാറി നോക്കി. ഗിവ് ഇറ്റ് ടു മീ. ഓട്സ് അടങ്ങുന്ന പാത്രത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും ആമി അവനെ ഒന്ന് നോക്കി. ഞാൻ കൊടുത്തോളാം. പറഞ്ഞത് കേൾക്ക്, ആ പാത്രം എടുത്താ. ആമി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവൻ ഗൗരവത്തോടെ അത് വീണ്ടും ചോദിച്ചതും അവൾ അവൻ്റെ കയ്യിലേക്ക് ആ പാത്രം വെച്ച് കൊടുത്തു. അവൻ അതുമായി മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുന്നത് ആമി വെറുതെ നോക്കി നിന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.